പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 30 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ഓരോ പരീക്ഷകൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. പഠനത്തിന് വേണ്ടി നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 30 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. പ്രജാ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ നഗരഭരണ സൂചികയിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇപ്പൊ കേരളമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് പ്രജാ ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനത്തിന്റെ. ഇതനുസരിച്ച് ഇന്ന് ഇന്ത്യയിലെ അർബൻ ഗവേണൻസ് ഇൻഡെക്സ് നഗരഭരണ സൂചികയിൽ 1ാം സ്ഥാനം കേരളത്തിനാണ്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രജാ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണ് അർബൻ ഗവേണൻസ് ഇൻഡെക്സ് UGI നഗരഭരണ സൂചികയിൽ കേരളം 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്താണ് ഒഡീഷയ്ക്ക് എംപവേർഡ് സിറ്റിസൺ എന്ന ഒരു കാറ്റഗറിയിലും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 28 ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാമത് എഡിഷൻ വിജയിച്ചത് ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ട് ക്ലബ്ബ് ആണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ. അപ്പൊ കാരിച്ചാൽ ചുണ്ടൻ ആണ് 70ാമത്തെ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. കൈനിക്കരയിലുള്ള വില്ലേജ് ബോട്ട് ക്ലബിന്റെ വെയ്യപുരം ചുണ്ടൻ 2ാം സ്ഥാനത്തും കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 3ാം സ്ഥാനത്തുമാണ്. 1ാം സ്ഥാനത്ത് കാരിച്ചാൽ ചുണ്ടൻ, 2ാം സ്ഥാനത്ത് വെയ്യപുരം ചുണ്ടൻ, 3ാം സ്ഥാനത്ത് നടുഭാഗം ചുണ്ടനാണ്. തുടർച്ചയായിട്ട് 5 വർഷമായിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആ ട്രോഫി കരസ്ഥമാക്കുന്നത്. ഈ പ്രാവശ്യത്തെ വള്ളംകളി മത്സരത്തിൽ 74 ബോട്ട് ആണ് പങ്കെടുത്തിട്ടുള്ളത്. 2024 സെപ്റ്റംബർ 28 ആരാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായത്? ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ. അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ആണ് ഇപ്പോൾ തമിഴ്നാടിന്റെ പുതിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് സെപ്റ്റംബർ 28-ാം തീയതി തമിഴ്നാടിന്റെ പുതിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് GII 2024 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 39ാം സ്ഥാനം. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് GII ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂചികയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതനുസരിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് ആണ് 39. 2015 ഇന്ത്യ 81ാമത്തെ റാങ്ക് ആയിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 39ാമത്തെ റാങ്കിലേക്ക് ഇന്ത്യ എത്തി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇന്നൊവേഷൻ ഏരിയയിൽ കണ്ടുപിടുത്തങ്ങളുടെ കാര്യങ്ങളിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ഇന്ത്യയുടെ ഈ സ്ഥാനം. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് പ്രകാരം 39ാമത്തെ സ്ഥാനം. കൂടാതെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ സൂചിക പ്രകാരം സയൻസ് ആൻഡ് ടെക്നോളജി ക്ലസ്റ്ററിൽ ഇന്ത്യ 4ാമത്തെ സ്ഥാനത്താണ്. നാഗ്പൂർ ഹൈദരാബാദ് ദേശീയപാത 44 സമീപം ഓക്സിജൻ ബോട്ട് പാർക്ക് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നിതിൻ ഗഡ്കരി. NH44 ഇത് നാഗ്പൂർ ഹൈദരാബാദാണ്. ഇപ്പൊ നാഗ്പൂരിൽ ഒരു പുതിയൊരു ഓക്സിജൻ പാർക്ക് യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 28-ാം തീയതിയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഓക്സിജൻ ബേർഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മരങ്ങളുടെ അഭാവം മൂലം ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയും ഇതെല്ലാം പക്ഷികളെയും ബാധിക്കുന്ന ഒന്ന് വന്നപ്പോഴും അതുപോലെ തന്നെ നമുക്കും ആ യാത്രയിൽ നല്ലൊരു ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഓക്സിജൻ ബേർഡ് പാർക്ക് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇതിനുവേണ്ടി താല്പര്യം എടുത്തിട്ടുള്ളത്. നാഗ്പൂർ ഹൈദരാബാദ് ഹൈവേയിലാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഓക്സിജൻ ബേർഡ് പാർക്ക് അമൃത് മഹോത്സവ് പാർക്ക് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഇന്ത്യൻ പീരങ്കി യൂണിറ്റ് 5 മൗണ്ടൻ ബാറ്റർ അതിന്റെ സ്ഥാപക ദിനത്തെ അനുസ്മരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 28. ഇന്ത്യൻ ആർമിയുടെ യൂണിറ്റ് 5 മൗണ്ടൻ ബാറ്റർ ഇത് ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ ആർട്ടിലറി ബാച്ച് ആണിത്, ആർട്ടിലറി യൂണിറ്റ് ആണിത്. സെപ്റ്റംബർ 28 198 വർഷമാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതായത് 1827 സെപ്റ്റംബർ 28-ാം തീയതിയാണ് 5 മൗണ്ടൻ ബാറ്ററി എന്ന ഈ ആർമി യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തെ ഇന്ത്യൻ ആർട്ടിലറി യൂണിറ്റ് ആണിത്. സെപ്റ്റംബർ 28 5 മൗണ്ടൻ ബാറ്ററി സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ അതിനെ ഗണ്ണേഴ്സ് ഡേ എന്ന രീതിയിലും ആചരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഗണ്ണേഴ്സ് ഡേ അല്ലെങ്കിൽ 5 മൗണ്ടൻ ബാറ്ററി യൂണിറ്റിന്റെ സ്ഥാപക ദിനമാണ് സെപ്റ്റംബർ 28-ാം തീയതി. 198-ാമത്തെ ഗണ്ണേഴ്സ് ഡേ ആണ് ഈ വർഷം ആഘോഷിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ഉത്തരം ജനീവ. ജനീവയാണ് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷന്റെ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി WTSA ഇതിന്റെ ഒരു വലിയൊരു കോൺഫറൻസ് ആണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി WTSA ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. പ്രജാ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ നഗരഭരണ സൂചികയിൽ 1ാം റാങ്ക് നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 സെപ്റ്റംബർ 28-ന് ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാമത് എഡിഷൻ വിജയിച്ചത് ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. 2024 സെപ്റ്റംബർ 28-ന് ആരാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായത്? ഉദയനിധി സ്റ്റാലിൻ. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് GII 2024 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 39ാം സ്ഥാനം. നാഗ്പൂർ ഹൈദരാബാദ് ദേശീയപാത 44 സമീപം ഓക്സിജൻ ബേർഡ് പാർക്ക് അമൃത് മഹോത്സവ് പാർക്ക് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നിതിൻ ഗഡ്കരി. ആദ്യത്തെ ഇന്ത്യൻ പീരങ്കി യൂണിറ്റ് 5 മൗണ്ടൻ ബാറ്റർ അതിന്റെ സ്ഥാപക ദിനത്തെ അനുസ്മരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 28. ഇന്ന് സെപ്റ്റംബർ 30. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, SBIയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.